ഡിസ്റെസ്പെക്റ്റ് ആണ് ഇത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഡിസ്റെസ്പെക്ട് എന്നുള്ള രീതിയിൽ മുച്ചിരി എടുത്ത് കളഞ്ഞേ ടി വി എന്ന്. മുച്ചിരി ഹാസ് ബീൻ കിക്ക്ഡ് ഔട്ട് ഫ്രം ടി വി. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു അണ്ണാ. ആ മുച്ചിരി വിളിക്കുന്നേ ടിവിന്ന് കിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ടി വി ന്യൂ റിക്രൂട്ട്മെന്റ് പിള്ളേരെല്ലാം വൈബ് പിള്ളേരാണ്. അതെ അതെ, ഇവർക്ക് കുറച്ച് വൈബ് കൂടുതൽ. മുച്ചേടാ മുച്ചിരി എന്തിയടാ, അവനെ ഒന്ന് വിളിക്കോടാ മുച്ചിരി. ഇന്നലെ കണ്ടണ്ണ അവൻ ഇന്നലെ അണ്ണൻ പറഞ്ഞോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ചു വേണ്ട. ഇപ്പൊ വിളിക്കാം അവനെ ഒന്ന് വിളിക്കട്ടെ? ഞാൻ ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ വിളിക്കാം അവനെ ഒന്ന് വിളിച്ചു ഒരു മിനിറ്റ്. ഇച്ചിരി വരെ വിസി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി വരെ. കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് രാത്രി ഉറങ്ങിയിട്ടില്ല. 5 മണി വരെ വിസിലുണ്ടായിരുന്നു. 5 മണി വരെയല്ല, ഞാൻ ഇന്നലെ 5 മണിക്കാണ് കിടന്നത്. ഡെയിലി 5 മണി 6 മണിക്ക് ഉറങ്ങും. വേറെ വിസിയിലായിരുന്നു. ഡിസ്റെസ്പെക്റ്റ് ആണ് ഇത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്. ഡിസ്റെസ്പെക്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പിരിച്ചുവിടാം, എടുത്തുകളയാം. പിന്നെ അനദർ കോൾ ആരെയോ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാനാ വിളിക്കുന്നത്. ഞാൻ ടിവിയുടെ ഗ്രൂപ്പിൽ കിക്ക് ചെയ്തിട്ട് മുച്ചിരി എടുത്ത് കളഞ്ഞേ ടി വി എന്ന്. മുച്ചിരി ഹാസ് ബീൻ കിക്ക്ഡ് ഔട്ട് ഫ്രം ടി വി. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തേ? ഒന്നും ചെയ്തില്ലല്ലോ. മനസ്സിലായി. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു അണ്ണാ. അവൻ യഥാർത്ഥത്തിൽ കിക്ക് ചെയ്ത് കാര്യം ചേട്ടാ. കണ്ണാപ്പി ഇവനെ കൂടെ കിക്ക് ചെയ്യട്ടെ ഗ്രൂപ്പിൽ. വിഷമാ വേണ്ട, ബർത്ത്ഡേ ആയോണ്ടെണ്ണ അറിയാവേണ്ട, ഗിഫ്റ്റ് പോലും കിട്ടിയില്ല. എന്റെ മോനെന്ത് തെറ്റ് ചെയ്ത മോൻ? നിന്റെ മോന്റെ ഒരു തന്തേക്കാ മോശം കൂണ്ട ചെറുക്കനാണ് അവൻ. അവനെ കിക്ക് ചെയ്ത് ടി വി എന്ന്. മന്തി എന്നാ തിന്നാൻ പോയതാ. കുറച്ച് ഉണ്ടായിരുന്നു. അവന്റെ ചന്തി ഞാൻ വരട്ടെ. അവൻ കൊറേ ദിവസമായി അവൻ എന്റെ അടുത്ത് ഒരു മുച്ചിരി വിളിക്കുന്നേ. ഹലോ, നീ പുറത്താണോ? എന്താ രാത്രിയില് 10:59 ഇപ്പൊ രാത്രിയിൽ എന്ത് പരിപാടി? സിറ്റിയില് ബാനാണാ? നീ ഒരു കാര്യം ചെയ്യ, മൊബൈലിൽ കൂടെ ഡിസ്കോഡി വന്നിട്ട് ഫേസ് ക്യാം ഒന്ന് ഓണാക്കിയേ. അത് കുഴപ്പമില്ല, നീ വന്നിട്ട് ചുമ്മാ ഇത് ഓണാക്കിയാ മതി. നാളെ അല്ല, ഇപ്പൊ വേണം. ഇപ്പം ഗ്രൂപ്പിൽ റിമൂവ് ടിവിന്ന് കിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. റിമൂവ് കാണിക്കുമല്ലോ ഇല്ലേ? റിമൂവ് കാണിക്കും. കട്ട് ചെയ്തോ, ഞാൻ കട്ട് ചെയ്തേ. ആറ്റിറ്റ്യൂഡ് കട്ട് ചെയ്തേ. എവിടോ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുക, ഹെൽമെറ്റ് ഒന്നും ഇല്ലാതെ. എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊക്കെ വിടണ, ഇതൊക്കെ ആരിടണം, ഇതൊക്കെ ഹിന്ദി സിനിമയല്ലത്. കണ്ണൻ വാണം വിടുന്നത് നമ്മള് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതാ ദീപാവലി ആവുമ്പോ ഇങ്ങനെ കുറച്ചു പേര് ഇറങ്ങും. കണ്ണന് വാണം വിടാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കണ്ണന്റെ വാണം പോകാൻ സമയം എടുക്കുന്നു. കണ്ണന്റെ വാണം പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതൊന്നും പൊങ്ങിയത് പോലും ഇല്ലടാ.
ഞാൻ അങ്ങ് ബോംബെ പോയി. ബോംബെയില് പരിപാടി? ബോംബെയില് പാചകം തന്നെ. അവിടെ പാചകം? വീട്ടില ഹോട്ടലില? അവിടെ നമ്മുടെ ഷാരൂഖ് ഖാൻ പുള്ളിക്കാരന്റെ വീട്ടിലെ പാചകം എനിക്കായിരുന്നു. സിനിമ നടൻ ഷാരൂഖ് ഖാന്റെ വീട്ടില? ഷാരൂഖ് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി എപ്പോഴും ഇങ്ങനെ പറയും സുകുമാര തടുക്കൻ മീൻകറി ആണല്ലേ? ഭയങ്കര. പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ മാറി. സംഭവം പുള്ളി പറയണ മനസ്സിലാവൂലണ്ണ. നായിന്റെ പട്ടി മോ. നമസ്കാരം. ശ്രീമതി സുഗതകുമാരിയുടെ എടാ ഈ പിള്ളേര് വളർന്നു തരുന്ന സമയത്ത് ഈ സംസാരിച്ച് തുടങ്ങുന്ന സമയം ഭയങ്കര രസമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു ടൈം ഭയങ്കര രസമാണ്. ഇവരുടെ സംസാരം കേൾക്കാനും ഇതാക്കാനും അതൊരു പ്രത്യേക ടൈമാണ്. അയ്യോ ഇപ്പൊ ശരിക്കും പേടിച്ചു. ഹലോ ഹലോ ദൈവം. ഹലോ നമ്മളാണ്. ഓ ഹലോ. ആ പേരെന്താ ദൈവത്തിന്റെ? സോമൻ. ഡാർക്കോ? എന്തൊക്കെയുണ്ട് സോമൻ? ചുമ്മാ ഒന്ന് പേടിപ്പിക്കാമെന്ന പോട്ടെ. ഞാൻ പേടിപ്പിക്കട്ടെ? അല്ല എന്തിനാ പേടിക്കുന്നത്? അതെ അതെ, അല്ല എന്തിനാ പേടിക്കുന്നേ? ഇത് റെഡ്മാനാണത്. അവൻ വീണ്ടും തിരിച്ചു വന്നാ. പൊക്കാൻ പറഞ്ഞ അവന്റെ കാര്യം അറിഞ്ഞില്ല അണ്ണാ? ഇല്ലടാ അണ്ണാ അവനെയാണ് ഇടയ്ക്ക് ഒരു ജ്വല്ലറി പണിക്ക് കയറിയണ്ണ. എന്നിട്ട് ഇപ്പൊ അവനെ പോലീസ് തപ്പിയെടുത്ത്. രംഗണ്ണനായിരുന്നു കുറച്ചുകൾ ബാംഗ്ലൂര്. ഇവ ജ്വല്ലറിയിൽ ലീവ് എന്ന് പറഞ്ഞ ഇറങ്ങിയായിരുന്നു അണ്ണാ. കഴുത്തിൽ കുറച്ച് ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ണാ. എന്നിട്ട് ബാംഗ്ലൂര് പോയൊരു ലോഡ്ജിൽ റൂം എടുത്ത രംഗണ്ണൻ എന്ന് പറഞ്ഞ നടന്നു വെള്ളയിട്ട്. പോലീസ് അടുത്ത ആഴ്ച വന്ന് പിടിച്ചോണ്ട് പോയി. ആ അല്ല ഞാൻ പേടി ഓത്തു. ഓ കണാബി ഫാമിലി ഫ്രണ്ട്ലി ആണ് എന്റെ സ്ട്രീം. ഞാൻ ഒരു മോശമൊന്നും പറഞ്ഞില്ല. പോലീസ് വെള്ള ഗിത്താർ വായിക്കുന്ന ടൈപ്പ് കണ്ടില്ലേ? ലാസ്റ്റ് ഫസ്റ്റിന്റെ കാര്യം. പീക്ക് മെയിൽ ഹാപ്പിനെസ്. എന്താണോ ലാസ്റ്റ് ഇക്കോണ? അതെന്ത് സാധനം? ലൈവില്ല, ഇവിടെ തന്നെ ഓഫ് ചെയ്തു. എന്റെ അമ്മോ, ഇതേതാ ഗെയിം കഴിച്ചത്? ഊതിയാ മതിയാ. ഓ എന്റെ അമ്മോ, ഗോസ്റ്റ് ഓഫ് യു. ഓ ആ പുതിയ ഇറങ്ങിയല്ലേ PlayStation എക്സ്ക്ലൂസീവ്. അതിന്റെ താഴത്തെ വീഡിയോ കൊണ്ട് റിയാക്ട് ചെയ്യണേ. നോക്കാം. എന്റെ അമ്മോ, അത് എന്ത് സാധനം? താഴത്തെ വീഡിയോ എന്താ? നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കള്ളങ്ങൾ ഈഗിളുടെ ഒന്ന് ലൈവ് ഇട്ടാതെ കാണരുത്. ഇതെനിക്കറിയാം. ഇത് ഞാൻ കണ്ട സൗണ്ട് ഇങ്ങനെയാണ് എന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. ബട്ട് ശരിക്കുള്ള ഈഗിളുടെ സൗണ്ട് ഇങ്ങനെയാണ്. എന്താണ് നിങ്ങൾക്ക് പ്രശ്നം?